ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ അക്ഷരമാണ് കേട്ടോ. ഈ അക്ഷരം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ അക്ഷരമാണ് കേട്ടോ. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരം ഏതാണ്? റ എന്ന അക്ഷരം അല്ലേ? റ എന്ന അക്ഷരം കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? തറ, പറ, പറവ, പാറ, അല്ലേ, താറാവ്, ഈ വാക്കുകളിലൊക്കെ റ എന്ന അക്ഷരമുണ്ട് അല്ലേ? കണ്ടോ? കണ്ടോ? നമ്മൾ എഴുതിയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? റ. ഇതെന്താണ്? ഇതൊരു മരമാണല്ലേ? എന്താണ്? ഒരു മരം. ഈ മരത്തിന്റെ പേരറിയോ നിങ്ങൾക്ക്? അറിയോ? ഇതാണ് പന. എന്താണ്? പന. നിങ്ങൾ പന കണ്ടിട്ടുണ്ടോ? ഒറ്റത്തടിയായി തെങ്ങിനെ പോലെ മുകളിലോട്ട് വളരുന്ന ഒരു മരമാണല്ലേ പന. അപ്പൊ പന എന്നെങ്ങനെ എഴുതുന്നത് എന്ന് നോക്കിയാലോ? പ ന. എന്താ വായിക്ക? പന. എന്താ വായിക്ക? പന. അപ്പൊ ഇത് ഏതക്ഷരമാണ്? ന എന്ന അക്ഷരം. കണ്ടോ? ന എന്ന അക്ഷരം. പ ന, പന. ഇത് ഏത് മരമാണ്? പന. പന എന്ന് എഴുതുന്നത് പ ന, പന. എന്താ വായിക്ക? പന. കണ്ടോ? രണ്ട് റ ഒട്ടിച്ചേർന്നാൽ ന എന്ന അക്ഷരമായി. രണ്ട് റ ഒട്ടിച്ചേർന്നാൽ ന എന്ന അക്ഷരമായി. എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞേ. ഇത് ഏതക്ഷരമാണ്? ന എന്ന അക്ഷരം. ഇതേത് മരമാണ്? പന. പന എന്നെങ്ങനെ എഴുതുന്നത്? പ ന, പന. രണ്ട് റ ഒട്ടിച്ചേർന്നതാണ് ന എന്ന അക്ഷരം. പന. ന, പന. ഇങ്ങോട്ട് നോക്കിക്കേ. ഇതെന്താണ്? ഇതാണ് നഖം. എന്താണ്? നഖം. അപ്പൊ ഞാൻ നഖത്തിന്റെ ഒരു ചിത്രം കാണിച്ചു തരട്ടെ. ഇതെന്താണ്? നഖം. നമുക്ക് ഒരു കയ്യിൽ എത്ര നഖങ്ങളുണ്ട്? 5 നഖങ്ങളുണ്ട് അല്ലേ? ഇനി നഖം എന്നെങ്ങനെ എഴുതുന്നത് എന്ന് നോക്കിയാലോ? നഖം. എന്താ വായിക്ക? നഖം. നഖം, നഖം. നഖം. ഇതെന്തിന്റെ ചിത്രമാണ്? നഖം. എന്താണ്? നഖം. നഖം. എൻ്റെ കൂടെ വായിച്ചേ. നഖം. നഖം. എല്ലാവരും ആഴ്ചയിൽ ഒരു തവണ നഖം മുറിക്കാറില്ലേ? നഖം മുറിക്കാറില്ലേ? നമ്മൾ ആഴ്ചയിൽ ഒരു തവണ നിർബന്ധമായും നഖം മുറിക്കണം. എന്തിനാണത്? നഖം മുറിക്കാതിരുന്നാൽ നഖത്തിന്റെ ഇടയിലുള്ള ചെളി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ്റിൽ പോകും. അപ്പോൾ നമുക്ക് വയറുവേദന പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ നഖം നമ്മൾ എന്നും വൃത്തിയായി സൂക്ഷിക്കണം കേട്ടോ. നഖം. അപ്പൊ നഖം എങ്ങനെയാണ് എഴുതുന്നത്? ഇതുപോലെ അല്ലേ? നഖം. എന്താ വായിക്ക? നഖം. രണ്ട് റ എന്ന അക്ഷരം ഒട്ടിച്ചേർന്നതാണ് ന എന്ന അക്ഷരം. കണ്ടോ? ന എന്നെങ്ങനെ എഴുതുന്നത്? ആദ്യം ഒരു റ വരയ്ക്കുക, പിന്നെ കൈയെടുക്കാതെ മുകളിലോട്ട് പോയി വീണ്ടും ഒരു റ എന്ന അക്ഷരം എഴുതുക. ഇത് നമ്മൾ ബോർഡിൽ എഴുതി പഠിക്കൂട്ടോ. നഖം. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ഇതാരാ? ഒരു ആന അല്ലേ? ഒരു കറുത്ത ആന. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആര്? ആന. എന്താണ്? ആന. ഇനി ആന എന്നെങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയാലോ? ന. എന്താ വായിക്ക? ആന. ന, ആന. ആന. എന്താ വായിക്ക? ന, ആന. എൻ്റെ കൂടെ വായിച്ചേ. ആന. 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 കണ്ടോ? ഒരു തുമ്പിക്കൈയും ഒരു വലിയ ചെവിയും
4 കാലും ഒരു വാലൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു ആനല്ലേ. നമ്മളെ കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ആന. എന്താണ്? ആന. ആനയുടെ നിറം എന്താണ്? കറുപ്പ് അല്ലേ. ആനയുടെ നിറം എന്താണ്? കറുപ്പ്. ആന. കണ്ടോ? ആന. എന്താ വായിക്കുക? ആന. അപ്പൊ ഈ അക്ഷരം ഏതാണ്? ന. ഈ അക്ഷരം ഏതാണ്? ന. 2 റാ ഒട്ടിച്ചേർന്നാൽ ന എന്ന അക്ഷരമായിട്ടോ. ന. ഇവിടെ എന്തോ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. എന്താണത്? പേന എന്നാണ് കേട്ടോ. എന്താണ്? പേന. അപ്പൊ ഇതെന്താണ്? പേന. പേന എന്ന് എഴുതുമ്പോഴും അതിന്റെ അവസാന അക്ഷരം ഏതാണ് വരുന്നത്? ന. ഏതാണ്? ന. ന. പേന. എൻ്റെ കൂടെ വായിച്ചേ. ന. പേന. പേന. എൻ്റെ കൂടെ വായിച്ചേ. പേന. ന. പേന. പേനയിലും എന്തുണ്ട്? ന എന്ന അക്ഷരമുണ്ട് അല്ലേ. പേനയിലും ന എന്ന അക്ഷരമുണ്ട്. കണ്ടോ? ന. പേന. ഇങ്ങോട്ട് നോക്കിക്കേ. ഇതെന്താണ്? ഇതാണ് നക്ഷത്രം. എന്താണ്? നക്ഷത്രം. നക്ഷത്രം എവിടെ ഉണ്ടാവുക? ആകാശത്ത്. എവിടെ ഉണ്ടാവുക? നക്ഷത്രം എവിടെ ഉണ്ടാവുക? ആകാശത്ത്. ഈ നക്ഷത്രം എന്നെങ്ങനെ എഴുതുന്നത് എന്ന് നോക്കിയാലോ. നക്ഷത്രം എന്ന് എഴുതുമ്പോൾ ആദ്യം ന എന്ന അക്ഷരം എഴുതുക. ക്ഷ. ഇതേതാണ് അക്ഷരം? ക്ഷ. നക്ഷത്രം. എന്താ വായിക്കുക? നക്ഷത്രം. ഇതെന്താ വായിക്കുക? നക്ഷത്രം. ന. നക്ഷത്രം. നക്ഷത്രം എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ന. ന. നക്ഷത്രം. ന. നക്ഷത്രം. ഇത് ഏതക്ഷരമാണ്? ന എന്ന അക്ഷരം. ഏതാണ്? ന എന്ന അക്ഷരം കേട്ടോ. ന. നക്ഷത്രം. നക്ഷത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നക്ഷത്രം എപ്പോഴാ ഉണ്ടാവുക? പകല് കാണാൻ പറ്റുമോ? ഇല്ല. എപ്പോഴാ കാണുക? രാത്രിയിലെ ഒരുപാട് നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടാവും. പല നിറങ്ങളിലും ഇങ്ങനെ മിന്നി തിളങ്ങുന്നുണ്ടാവും അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ? നക്ഷത്രം. എന്താണ്? നക്ഷത്രം. ഈ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പാരൻസിനോട് കാണിച്ചു തരാൻ പറയണം കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ. ഇതെന്താണ്? ഇതാണ് നാരങ്ങ. എന്താണ്? നാരങ്ങ. നാരങ്ങ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? മധുരമാണോ പുളിയാണോ? മധുരമുള്ള നാരങ്ങയുമുണ്ട്, പുളിയുള്ള നാരങ്ങയുമുണ്ട് അല്ലേ. ചെറുനാരങ്ങ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അത് ഭയങ്കര പുളിയാണ് അല്ലേ. എന്നാൽ ഈ നാരങ്ങ, ഇത് നമ്മൾ ചിലർ മുസമ്പി എന്നൊക്കെ പറയും അല്ലേ. അത് നല്ല മധുരാണ് അല്ലേ ഉണ്ടാവുക. ഇത് ന എന്ന അക്ഷരം. ന. ര. ങ. എന്താ വായിക്ക? നാരങ്ങ. നാരങ്ങ. എന്താ വായിക്ക? നാരങ്ങ. ന. നാരങ്ങ. എന്താ വായിക്ക? ന. നാരങ്ങ. ന എന്നെങ്ങനെ എഴുതുന്നത് പറഞ്ഞത്? 2 റാ എന്ന അക്ഷരം ഒട്ടിച്ചെഴുതിയാല് ന എന്ന അക്ഷരമായില്ലേ. കണ്ടോ? 1 റാ. എന്നിട്ട് കൈയെടുക്കരുത്. വീണ്ടും മുകളിലോട്ട് പോയി താഴോട്ട് വന്നാൽ ന എന്ന അക്ഷരമായി. ഇത് നമ്മൾ ബോർഡിൽ എഴുതി പഠിക്കൂട്ടോ. നാരങ്ങ. എന്താ വായിക്ക? നാരങ്ങ. ന എന്ന അക്ഷരം കൊണ്ട് എന്തെല്ലാമാണ് പഠിച്ചത്? പന പഠിച്ചു, ആന പഠിച്ചു അല്ലേ. ന ആന. ന പന. ന നഖം. ന നഖം. ന നക്ഷത്രം. പിന്നെയോ ന നാരങ്ങ. ന പേന അല്ലേ. 1 2 3 4 5 6 വസ്തുക്കളുടെ പേരുകള് ന എന്ന അക്ഷരം ഉപയോഗിച്ച് നമ്മൾ പഠിച്ചുല്ലേ. ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലും ന എന്ന അക്ഷരം നിങ്ങൾക്ക് അറിയൂലേ? അറിയില്ലേ? ഇനി ന എന്ന അക്ഷരം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ.
ഇത് ന എന്ന അക്ഷരമാണോ? അല്ല, ഇത് മലയാളത്തിലെ വ എന്ന അക്ഷരമാണ് കേട്ടോ. അത് നമ്മൾ പഠിക്കും. ഇത് ന എന്ന അക്ഷരമാണോ? അതെ, ഇത് നമ്മൾ ഇന്ന് പഠിച്ച ന എന്ന അക്ഷരമാണ്. ഇത് ന എന്ന അക്ഷരമാണോ? ഇതും നമ്മൾ ഇന്ന് പഠിച്ച ന എന്ന അക്ഷരമാണ്. ഇത് ന എന്ന അക്ഷരമാണോ? അല്ല, ഇത് സ എന്ന അക്ഷരമാണ് കേട്ടോ. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. ഇത് ന എന്ന അക്ഷരമാണോ? അല്ല, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റ എന്ന അക്ഷരമാണ് അല്ലേ. ഇത് ന എന്ന അക്ഷരമാണോ? അതെ, ഇത് നമ്മൾ പഠിച്ച ന എന്ന അക്ഷരമാണ്. ഇത് ന എന്ന അക്ഷരമാണോ? ഇതും നമ്മൾ ഇന്ന് പഠിച്ച ന എന്ന അക്ഷരമാണ്. ഇത് ന എന്ന അക്ഷരമാണോ? അല്ല, ഇത് നമ്മൾ ആന പഠിച്ചപ്പോൾ അതിലുള്ള ആ എന്ന അക്ഷരമാണ് അല്ലേ. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ. 1 2 3 4 4 ന എന്ന അക്ഷരമുണ്ട്. 1 2 3 4 ന എന്ന അക്ഷരം. 2 റ എന്ന അക്ഷരം ഒട്ടിച്ചു വെച്ചാൽ ന എന്ന അക്ഷരമായിട്ടോ. ഇനി നമുക്ക് ന എന്ന അക്ഷരം ഒന്ന് നോട്ട്ബുക്കിലോ സ്ലേറ്റിലോ ഒന്ന് എഴുതി നോക്കിയാലോ. ആദ്യം റ എന്ന അക്ഷരം എഴുതുക. വീണ്ടും ആ വരിയിലൂടെ മുകളിലോട്ട് പോയി ഒരു റ എന്ന അക്ഷരം കൂടി എഴുതിയാൽ ന എന്ന അക്ഷരമായിട്ടോ. എങ്ങനെയാണ്? മുകളിലോട്ട് പോയി താഴോട്ട് വരിക. വീണ്ടും ആ വരയിലൂടെ കൈയെടുക്കാതെ മുകളിലോട്ട് പോയാൽ ന എന്ന അക്ഷരമായി. എല്ലാവരും ഒന്ന് എഴുതി നോക്കിക്കേ. മുകളിലോട്ട് പോയി താഴോട്ട് വരിക. അപ്പൊ ഏത് അക്ഷരമായി? റ എന്ന അക്ഷരമായി. വീണ്ടും മുകളിലോട്ട് പോയി താഴോട്ട് വന്നാൽ ന എന്ന അക്ഷരമായിട്ടോ. ഒന്നും കൂടി എഴുതി നോക്കാം. മുകളിലോട്ട് പോയി താഴോട്ട് വന്നാൽ റ എന്ന അക്ഷരമായി. വീണ്ടും മുകളിലോട്ട് പോയാൽ ന എന്ന അക്ഷരമായി. ഇനി എഴുതണോ? ഒരു 2 കൂടി എഴുതി നോക്കാട്ടോ. മുകളിലോട്ട് പോയി താഴോട്ട് വരിക. അപ്പൊ റ എന്ന അക്ഷരമായി. വീണ്ടും മുകളിലോട്ട് പോയി താഴോട്ട് വന്നാൽ ന എന്ന അക്ഷരമായി. കണ്ടോ? റ, പിന്നെ കൈയെടുക്കാതെ വീണ്ടും മുകളിലോട്ട് പോയി താഴോട്ട് വന്നാൽ ന എന്ന അക്ഷരമായി. അപ്പൊ എല്ലാവരും ന എന്ന അക്ഷരം പഠിച്ചല്ലോ. ഇനി പുതിയൊരു അക്ഷരവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.